ഇവിടെ വരുന്ന പേഷ്യൻസ് സാധാരണ നമ്മുടെ അടുത്ത് ഒരു 2-3 ദിവസം എടുത്തു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പറയുന്നു ഉറക്കം നന്നായിട്ട് ശരിയായി എന്ന് പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ അതിനെ കൊടുക്കാം. മോളിക്കുലർ ഹൈഡ്രജൻ തെറാപ്പി നമ്മൾ സാധാരണ എടുക്കുമ്പോൾ വളരെ ചെറിയ മോളിക്കുൾ ആയതുകൊണ്ട് ഇത് ഈസി ആയിട്ട് ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിച്ച് കയറും. ബ്ലഡ് ബ്രെയിൻ ബാരിയർ ഭേദിച്ച് കയറുമ്പോൾ ന്യൂറോണൽ ഇൻഫ്ലമേഷൻ റിവേഴ്സ് ചെയ്യാനും അതുപോലെ തന്നെ തലച്ചോറ് ആകമൊത്തം അനുഭവിക്കുന്ന ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിനെ നല്ല രീതിയിൽ കുറയ്ക്കാനും അതുപോലെ തന്നെ മെലാറ്റോണിൻ അഡിനോസിൻ റിസപ്റ്ററുകൾ ഉണർത്താനും അതുപോലെ മെലാറ്റോണിൻ നല്ല രീതിയിൽ പ്രത്യുൽപാദനം കൂട്ടാനും ഡോപ്പമിൻ സെറോട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനും സിനാപ്റ്റിക് ക്ലഫ്റ്റുകളിൽ അല്ലെങ്കിൽ ഒരു നെർവ് വേറെ നെർവ് അവസാനിക്കുന്നിടത്തും വേറൊരു നെർവ് തുടങ്ങുന്ന സിനാപ്റ്റിക് സ്പേസുകളിലെ വിദ്യുച്ഛ ഊർജ്ജ പരിവഹം, അതായത് ആ എനർജി പാസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു CAMP നിലനിർത്താനും ഇതിന് സാധിക്കുന്നുണ്ട്. സാധാരണ ഓരോ നാഡീവ്യൂഹങ്ങളിലൂടെ കടന്നു പോകുന്ന ഇമ്പൾസുകളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് മൈലിൻ ഷീത്ത് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈലിൻ ഷീത്തുകളുടെ ഹെൽത്ത് മോളിക്കുലർ ഹൈഡ്രജൻ നല്ല രീതിയിൽ ഓക്സിഡേറ്റീവ് സ്ട്രെസ് കുറയ്ക്കുന്നതിൽ നിലനിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഗാബ എർഗിക് ടോൺ എന്ന് പറയുന്നൊരു ടോണുണ്ട്. ആ ടോൺ നിലനിർത്തുന്നതിലൂടെ ഉറക്കം കാര്യങ്ങളെല്ലാം നല്ലപടിയെ വരാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ പീനിയൽ ഗ്ലാൻഡ്, അതായത് നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് അല്ലെങ്കിൽ സിർക്കാഡിയൻ റിതം തീരുമാനിക്കുന്ന നമ്മുടെ തലച്ചോറിലെ ഗ്രന്ഥി പീനിയൽ ഗ്ലാൻഡ് മെലാറ്റോണിൻ ചെലുത്തുന്നതിനനുസരിച്ചിട്ട് ഒരു ചെറിയ കുട്ടിയെ പോലെ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. ഇതിപ്പോഴും ആൾക്കാർ വന്ന് പറയുന്നതാണ് ഭയങ്കരമായിട്ട് ഉറക്കം ഇതിലേക്ക് തിരിച്ച് കിട്ടിയെന്ന്. എനിക്കൊരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോൾ ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടായിട്ടുള്ള ആൾക്കാരിപ്പം സർജറി കഴിയുകയാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ട്രോമ വഴിയാണെങ്കിലും ഒക്കെ ബ്രെയിനിന് ഉണ്ടാകുന്ന ഇഞ്ചുറിയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ ഇതൊരു നല്ല അഡ്ജുവൻ്റാണോ? അതെ, സാധാരണ നമുക്ക് തലച്ചോറിന് പറ്റുന്ന കേടുപാടുകൾ അല്ലെങ്കിൽ ഇഞ്ചുറി നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് ന്യൂറോപ്രാക്സിയ, അതായത് ഒരു നെർവ് സെല്ലുമ്പോൾ ചെറിയൊരു സ്ക്രാച്ച് വീണമെന്ന് വിചാരിക്കുക. രണ്ടാമത്തെ ആക്സോണോട്ടോമെസിസ്, അതായത് നെർവ് സെല്ലിൻ്റെ നീളൻ ഭാഗമായിട്ടുള്ള അല്ലെങ്കിൽ ട്യൂബുലർ സ്ട്രക്ചറായിട്ടുള്ള ആക്സോണിൽ ഒരു കട്ട് ഇഞ്ചുറി സംഭവിച്ചെന്ന് വിചാരിക്കുക. പിന്നെയുള്ളതാണ് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി, അതായത് കംപ്ലീറ്റ്ലി നെർവ് സെല്ല് വിച്ഛേദിച്ച് പോയി എന്ന് വിചാരിക്കുക. ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറിയിൽ അത് ഇറിവേഴ്സിബിളാണ്. നമുക്കവിടെ മോളിക്കുലർ ഹൈഡ്രജൻ അല്ല ചിലപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റും നമുക്ക് നടന്നെന്ന് വരില്ല. ആ ഒരു പേഷ്യൻറ്റിന് ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് ഡിഫ്യൂസ് ആക്സോണൽ ഇഞ്ചുറി ഉണ്ടെങ്കിൽ കോമയിൽ പോകാൻ അല്ലെങ്കിൽ ബ്രെയിൻ ഡെഡിൽ പോകാൻ ചാൻസ് ഉണ്ട്. ബാക്കിയുള്ള 2 സ്ഥലങ്ങളിൽ ന്യൂറോപ്രാക്സിയ അതുപോലെ തന്നെ ആക്സോണോട്ടോമസിസിൽ മോളിക്കുലർ ഹൈഡ്രജന് നല്ല രീതിയിൽ ആൻറ്റി ഇൻഫ്ലമേഷനും നെർവ് പ്രൊട്ടക്ഷനും ഈ നെർവിൻ്റെ അകത്തുള്ള മൈറ്റോകോൺട്രിയനെ എൻഹാൻസും അതുപോലെ ന്യൂട്രീഷനും ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നെർവിൻ്റെ ആകമൊത്തമുള്ള ആ ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് ലോഡ്, അതായത് ഫോർ എക്സാമ്പിൾ ഒരു ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി സംഭവിക്കുമ്പോൾ ഈ ബ്രെയിനിൻ്റെ തന്നെ ബേസിക് യൂണിറ്റ് ആയിട്ടുള്ള ന്യൂറോണിൽ ഒരുപാട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് സംഭവിക്കുന്നുണ്ട്. ആ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എടുത്ത് കളയാനും സാധിക്കുന്നുണ്ട്.